ചില ആളുകൾ കമന്റിൽ പ്രത്യേകം രേഖപ്പെടുത്താറുണ്ട്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കുള്ള ചോദ്യമാണിതെന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ബൈബിൾ കുറച്ച് നോക്കാനും പൊതുവായ കാര്യങ്ങൾ ഇപ്പോൾ മിഷണറിമാരെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ലോക മതങ്ങളെ കുറിച്ചാണെങ്കിലും വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, powered by Good News Live. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ, +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്തിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്തിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473372726 9400520909. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം ആമോസ്. ആദ്യം ഉത്തരം അയച്ചത് ഷിജി അലക്സ് കായംകുളം. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Live. ബൈബിൾ ബ്രെയിൻസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളെല്ലാവരും നിരന്തരമായി ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, നിരവധി ആളുകൾ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇനിയും ഈ പ്രോഗ്രാമിനോടൊത്ത് നിങ്ങൾ തുടരുക. നിങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരമുണ്ടാകട്ടെ. കൂടുതൽ ബൈബിൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും കരുത്താർജിക്കാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് അജി രാജൻ. ഞാൻ നെടുങ്കണ്ടത്ത് നിന്ന് വരും. നെടുങ്കണ്ടം, ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്ത് നിന്ന്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ? ഞങ്ങളെ ശുശ്രൂഷയിലാണ്, സുവിശേഷ വേലയിലാണ്. ഹസ്ബൻഡ് ദേവദാസനാണ്. അതെ. നെടുങ്കണ്ടത്ത് ഏത് സഭയുമായി ബന്ധപ്പെട്ടാണ്? അസംബ്ലീസ് ഓഫ് ഗോഡ് നെടുങ്കണ്ട സഭയുടെ ശുശ്രൂഷകനാണ്. മക്കള് രണ്ടുപേരുണ്ട്. എന്ത് ചെയ്യുകയാണ്? 2 മോളുമാരാണ്. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു, രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പൊ സ്വസ്ഥമായിട്ട് സഭാ ശുശ്രൂഷ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു മുഖാമുഖമായിട്ട് നേരിട്ട് ഉത്തരം പറയാൻ വേണ്ടി ആദ്യമായി വരിക. അതിന്റെ ചെറിയൊരു ആശങ്ക ഉണ്ട് താനും. ചെറിയ തോതിൽ അല്ലേ? ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല.
പഴയ എപ്പിസോഡുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ചില ആളുകൾ കമന്റിൽ പ്രത്യേകം രേഖപ്പെടുത്താറുണ്ട്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കുള്ള ചോദ്യമാണിതെന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ വരുന്ന മത്സരാർത്ഥികളെ കൂടെ പരിഗണിച്ചാണ്. നിശ്ചയമായിട്ടും നിങ്ങൾ വരുമ്പോൾ അതുപോലെ കഠിനമായിട്ടുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ആവനാഴിയിൽ ഇനിയും നിറയെ അമ്പുകളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മാസ്റ്റർ അത്രയും കരുത്താർജിച്ച ഒരാളാണ്. നിശ്ചയമായും കടുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആന്റി പേടിക്കരുത്, ലളിതമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? പ്രോഗ്രാം അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇടയ്ക്ക് അങ്ങനെ നിരന്തരമായി വാച്ച് ചെയ്യാറില്ല, സമയം ലഭിക്കുന്നത് പോലെ. ഞാൻ ആ പ്രോഗ്രാമിനെ കുറിച്ച്, നമ്മുടെ ചോദ്യത്തിന്റെ ശൈലികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. മുഴുവൻ നമുക്ക് 4 റൗണ്ടുകളാണുള്ളത്. അങ്ങനെ 12 ചോദ്യങ്ങൾ, 10,000 രൂപയിൽ എത്തിക്കുന്ന 12 ചോദ്യങ്ങൾ. ആദ്യത്തെ റൗണ്ടിൽ 4 ചോദ്യങ്ങൾ. 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ സേഫ് സോൺ. രണ്ടാമത്തെ റൗണ്ടിൽ പഴയ നിയമത്തിൽ നിന്നോ പുതിയ നിയമത്തിൽ നിന്നോ ചോദ്യങ്ങൾ. അത് മത്സരാർത്ഥിക്ക് തിരഞ്ഞെടുക്കാം. ആ 4 ചോദ്യം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ 8ാമത്തെ ചോദ്യം അവസാനിക്കുമ്പോൾ 3000 രൂപയുടെ സേഫ് സോൺ. മൂന്നാമത്തെ റൗണ്ട് ഓപ്ഷൻ ഉണ്ട്, 3 ഓപ്ഷൻ ഉണ്ട്, അത് വഴിയെ വിശദീകരിക്കാം. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ 6000 രൂപയുടെ സേഫ് സോൺ. ഒടുവിൽ 10,000 രൂപയുടെ ബമ്പർ ചോദ്യം. ഇങ്ങനെ 12 ചോദ്യങ്ങളെ നമ്മുടെ മുൻപിലുള്ളൂ. 12 ചോദ്യം, 10-20 മിനിറ്റ് നീളുന്ന ചോദ്യങ്ങൾ. ആ 20 മിനിറ്റും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ലൊരു സമ്മാനത്തുക നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് പോകാം. സംശയമൊന്നുമില്ലല്ലോ നമ്മൾ പറഞ്ഞ നിബന്ധനകളിൽ? മത്സരത്തിലേക്ക് പോകാം. ഓക്കെ, മത്സരം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ പറയുന്നവരിൽ പ്രവാചകി അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ മിര്യാം, ഓപ്ഷൻ ബി അക്സ, ഓപ്ഷൻ സി ദെബോര, ഓപ്ഷൻ ഡി നോവദ്യ. ഇതിൽ പ്രവാചകി അല്ലാത്തത് ആരാണ്? ഡി നോവദ്യ. ആലോചിക്കാം. ആദ്യത്തെ ഒരു ഉത്തരം പറയുന്നത് കൊണ്ട് ആലോചിക്കാം. ഇതിൽ മിര്യാം ആരാണെന്നറിയാം, ദെബോരയെ പരിചയമുണ്ട്. പരിചയമില്ലാത്ത 2 വ്യക്തികൾ നോവദ്യയും അക്സയുമാണ്. അക്സയെ കുറിച്ച്, അക്സ എന്ന പേര് പരിചയമുണ്ടല്ലോ. ആ പേര് പഴയ നിയമത്തിൽ ഒരു ഭക്തന്റെ മകളുടെ പേരാണ്. അപ്പൊ അങ്ങനെ ആ മകളെ കുറിച്ച് അങ്ങനെ വല്ലോ രേഖകളും ഇല്ലല്ലോ. അപ്പൊ ആരായിരിക്കാം ഒന്ന് ചിന്തിക്കാം. അക്സ. ഓപ്ഷൻ ബി അക്സ. അക്സയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓപ്ഷൻ ബി അക്സ നമ്മൾ ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി അക്സ ശരിയായ ഉത്തരവാണെന്ന് പരിശോധിക്കാം. ഓപ്ഷൻ ബി അക്സയാണ് ശരിയായ ഉത്തരം. നോവദ്യ എനിക്കും അത്ര പരിചിതമായ പേരല്ല. പക്ഷെ ഒരു പഴയ നിയമത്തിൽ എവിടെയെങ്കിലും, പഴയ നിയമത്തെ ആളുകളിൽ എവിടെയെങ്കിലും ഒരു പ്രവചന ശുശ്രൂഷ ചെയ്തിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഹൽദ എന്ന് പറയുന്ന ഒരു പ്രവാചികയെ കുറിച്ച് പഴയ നിയമത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യത്തിലെ ഓരോ ചോദ്യം ലഭിക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടെ ഉത്തരം പറയാൻ ശ്രമിക്കുക. അപ്പം ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണ്? ഓപ്ഷൻ എ എഹെസ്കേൽ, ഓപ്ഷൻ ബി ദാനിയേൽ, ഓപ്ഷൻ സി യെശയ്യാവ്, ഓപ്ഷൻ ഡി ആമോസ്. എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ പ്രവാചകൻ. മിക്കവാറും ദൈവത്തിന്റെ ദർശനമൊക്കെ കണ്ട പ്രവാചകന്മാരാണ് അങ്ങനെ നിലവിളിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി യെശയ്യാവ്. ഉറപ്പിക്കാം. ഓപ്ഷൻ സി യെശയ്യാവ്. ഉത്തരം ഉറപ്പിക്കാം. ഓപ്ഷൻ സി ഉത്തരം ഉറപ്പിക്കാം. യെശയ്യാവിനെ സംബന്ധിച്ച് യെശയ്യാ പ്രവചന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആ കാഴ്ച കാണുമ്പോഴാണ്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ആയിരിക്കാം ഈ നിലവിളി. നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി ഉത്തരം ശരിയാണോ? ആ ഉത്തരം വളരെ ശരിയാണ്. ഇപ്പൊ 2 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകും. ആദ്യത്തെ റൗണ്ടിൽ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച പരീശന്റെ പേരെന്ത്? ഓപ്ഷൻ എ ലാസർ, ഓപ്ഷൻ ബി ഷിമോൻ, ഓപ്ഷൻ സി സക്കായി, ഓപ്ഷൻ ഡി നിക്കോദെമോസ്. ഇതിൽ ആരാണ് യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച പരീശൻ? ആലോചിച്ച് ഉത്തരം പറയാം.
ആ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വെൺകൽ ഭരണി ഉടച്ച യേശുവിന്റെ പാദം കഴുകിയത്. ആ വ്യക്തിയും യൂതയും ഒക്കെ അടക്കം ചിന്തിച്ചു, വെറും ചെലവ് എന്തിനാണ്, ആ വ്യക്തി ആരായിരിക്കാം എന്ന് ചിന്തിക്കുക. ലാസറിനെ കുറിച്ച്, ലാസർ പരീശരാകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുക. സക്കായിയെയും അങ്ങനെ വിലയിരുത്തുക, നിക്കോദിമോസിനെ അങ്ങനെ വിലയിരുത്തുക. അവർ മൂന്നും പരിചിതമായ കഥാപാത്രങ്ങളാണ്. ഷീമോനും പരിചിതമായ കഥാപാത്രമാണ്. പക്ഷെ ഏത് ഷീമോനാണ് എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന വ്യത്യസ്ത. ഉത്തരം മനസ്സിലുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഷീമോൻ. ഉത്തരം ഉറപ്പിക്കുകയാണ്. യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച ആ പരീശൻ. ലാസർ മിക്കവാറും ലാസറിനോടൊപ്പം യേശു പന്തിയിൽ ഇരുന്നിട്ടുണ്ട്, പക്ഷെ ലാസർ ക്ഷണിച്ചതല്ല. സക്കായിയുടെ വീട്ടിലും യേശു ഭക്ഷണത്തിന് ഇരുന്നിട്ടുണ്ട്. അവന്റെ മാനസാന്തരത്തിന് ശേഷം കഴിക്കാൻ പോയിട്ടുണ്ട്. നിക്കോദിമോസിനോടൊത്ത് പന്തി പങ്കിട്ടിട്ടില്ല, കാരണം നിക്കോദിമോസ് ഒരു രഹസ്യ ശിഷ്യനായിരുന്നു യേശുവിന്റെ. അപ്പൊ പിന്നെ ഷീമോനായിരിക്കാനാണ് ഒരു സാധ്യത. നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ഷീമോൻ. ഉത്തരം ശരിയാണോ? ഷീമോൻ, ആ ഉത്തരം വളരെ ശരിയാണ്. അങ്ങനെ 3 ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരു ചോദ്യത്തിനോട് ഉത്തരം നൽകുമ്പോൾ ആദ്യത്തെ റൗണ്ട് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ഒരു സമ്മാന തുകയുടെ സേഫ് സോണിൽ നമ്മൾ എത്തി നിൽക്കും. അപ്പൊ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഒരു ധൈര്യമായിട്ടുണ്ടോ? ഒരുവിധം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കണ്ടതാര്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി യേശു, ഓപ്ഷൻ ഡി പൗലോസ്. ഇതിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കണ്ടതാര്? സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കുറിച്ച് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ 12 12 നക്ഷത്രം തലയിലുള്ള. അപ്പൊ ആരായിരിക്കാം ആ കാഴ്ച കണ്ടത്? ഓപ്ഷൻ ബി യോഹന്നാൻ. ഓപ്ഷൻ ബി യോഹന്നാൻ. ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. സൂര്യനെ അണിഞ്ഞ് ഒരു സ്ത്രീയെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ പിശാച് തകർക്കാൻ ശ്രമിച്ച കുട്ടിയെയും കൊണ്ട് ഉൾവലിയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞതാണ്. ആ സ്ത്രീയുടെ ശക്തി പ്രഭാവത്തെ, അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ആ സ്ത്രീ വ്യക്തിത്വങ്ങളാണെന്ന് പറയുന്നവരുണ്ട്. ആ സ്ത്രീ ഇസ്രായേൽ രാഷ്ട്രം ആണ് എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇസ്രായേൽ രാഷ്ട്രം 12 നക്ഷത്രങ്ങൾ 12 ഗോത്രങ്ങളാണെന്നുള്ള വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. വളരെ വിപുലമായ വ്യാഖ്യാനങ്ങളുണ്ട്, പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു പാസ്റ്റർ അതിരൂപൻ എഴുതിയ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്തൊരു ചിത്രം മുഖേന കുറച്ചൊക്കെ ഇത് വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ. ഉത്തരം ശരിയാണോ? യോഹന്നാൻ, ആ ഉത്തരം ശരിയാണ്. അപ്പോൾ വിജയകരമായി ആദ്യത്തെ റൗണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രാരംഭത്തിൽ അല്പം ഒരു തടസ്സം ഉണ്ടായെങ്കിലും, ഒരു ചെറിയ ആശങ്ക ഉണ്ടായെങ്കിലും ഇപ്പോ മുമ്പിലേക്ക് സുഗമമായി പോകാൻ കഴിയുന്നുണ്ട്. ഇനിയും തുടർന്നുള്ള റൗണ്ടുകളൊക്കെ അങ്ങനെ തന്നെ പോകട്ടെ, നന്നായി മത്സരിക്കാൻ കഴിയട്ടെ. നമുക്ക് മുമ്പിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ട് സേഫ് സോണാണ്. ഒരു സമ്മാനത്തുക ഇനി നിശ്ചയമായും മടങ്ങി പോകുമ്പോൾ ഉണ്ട്. ഇനി എവിടെ പോയാലും ആരോടും പറയാൻ ഞാൻ ഒന്നുമില്ലാതെ വന്നിട്ടില്ല, എനിക്കൊരു സമ്മാനമുണ്ട്. 2ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്നിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വേണ്ടത്? രണ്ടും ഇഷ്ടമാണ്, പക്ഷെ പുതിയ നിയമത്തിലേക്ക് പോകാം. പുതിയ നിയമത്തിലേക്ക് പോകും. രണ്ടും താല്പര്യമാണ്, എന്നാൽ പുതിയ നിയമം തിരഞ്ഞെടുക്കുന്നു. എന്നാൽ നമുക്ക് പുതിയ നിയമം തിരഞ്ഞെടുക്കാം. പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. അക്ഷരം കൊല്ലുന്നു, ജീവിപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പിതാവ്, ഓപ്ഷൻ ബി ആത്മാവ്, ഓപ്ഷൻ സി ന്യായപ്രമാണം, ഓപ്ഷൻ ഡി യേശു ക്രിസ്തു. അതൊരു വചനത്തിന്റെ വാക്യത്തിന്റെ ഭാഗമാണ്. ഓപ്ഷൻ ബി ആത്മാവ്. ഓപ്ഷൻ ബി ആത്മാവ്. ഉത്തരം ഉറപ്പിക്കുന്നു. ബാക്കി എല്ലാവർക്കും പിതാവിനും യേശു ക്രിസ്തുവിനും ഒക്കെ ജീവിപ്പിക്കാൻ കഴിയും. പക്ഷെ അക്ഷരം കൊല്ലുന്നു എന്നൊരു പദം കിടക്കുന്നത് കൊണ്ട് അതിനപ്പുറത്ത് ജീവിപ്പിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ്. അക്ഷരം ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണ് അക്ഷരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പഴയ ഈ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ ശുശ്രൂഷകളെ താരതമ്യം ചെയ്യുമ്പോൾ കല്ലിൽ കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ എന്നാണ് ന്യായപ്രമാണത്തെ വിശദീകരിക്കുന്നത്. പക്ഷേ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, ആത്മാവിന്റെ ശുശ്രൂഷ തേജസ്സേറിയതാണ്, അത് ജീവന്റെ ശുശ്രൂഷയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ ബി, 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി
ആത്മാവ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഈ റൗണ്ട് ഫിനിഷ് ചെയ്യണം, നല്ലൊരു സമ്മാനത്തുകയിലെത്താൻ മുന്നോട്ട് പോകാം. സംശയം ഉണ്ടെങ്കിൽ ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത, ടൈമർ ശ്രദ്ധിക്കാം. പക്ഷെ ടൈമർ കഴിഞ്ഞു പോയാലും നിരാശപ്പെടേണ്ട, സമയമെടുത്ത് ആലോചിക്കാവുന്നതാണ്. അപ്പം ആലോചിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ സൂചന നൽകുകയാണ്. മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഉത്തരം സമർപ്പിക്കുക. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമന്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ സൂചന. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ഒന്നാം സൂചന. എന്റെ ബാല്യകാലത്ത് ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി എന്റെ മാതാപിതാക്കളിൽ എന്നെക്കുറിച്ച് അഭിമാനമുളവാക്കുന്ന ഒന്നായിരുന്നു. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അപ്പൊ നമുക്ക് തിരിച്ചു വരാം അടുത്ത ചോദ്യത്തിലേക്ക്. ഇപ്പൊ എത്ര കാലമായി നെടുങ്കണ്ടത്ത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ? 2 വർഷം. നെടുങ്കണ്ടത്ത് 2 വർഷമായേ ഉള്ളൂ. അപ്പൊ ഇതിനു മുൻപ് എവിടെയായിരുന്നു? തൊട്ട് മുമ്പ് തൊടുപുഴയ്ക്ക് അടുത്ത് മേലുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. മേലുകാവായിരുന്നു. അപ്പൊ ഈ മേലുകാവ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹൈ റേഞ്ച് അല്ല, ലോ റേഞ്ച്. ഇപ്പൊ ലോ റേഞ്ചിൽ നിന്ന് ഹൈ റേഞ്ചിലോട്ട് ദേശത്തെ നോക്കുമ്പോൾ ഹൈ റേഞ്ചിന്റെ പോലത്തെ സ്ഥലമാണ്. ഹൈ റേഞ്ചിന്റെ പോലത്തെ സ്ഥലമാണ്. പക്ഷെ കാലാവസ്ഥ രണ്ടും കൂടെ മിക്സാ. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. ഇവിടുത്തെ തണുപ്പിന്റെ സമയത്ത് അവിടെ നല്ല തണുപ്പ്, നല്ല മഴ പെയ്യും. ഇവിടുത്തെ പോലത്തെ കാലാവസ്ഥയാണ്. കാലാവസ്ഥ വരുമ്പോൾ വരും. അപ്പൊ ഹൈ റേഞ്ചിൽ ഇവിടെ ആദ്യമായിട്ടാണോ ഹൈ റേഞ്ച്? അല്ല, ഇതിനു മുമ്പ് ഹൈ റേഞ്ചിൽ എവിടെയൊക്കെ? 4 വർഷം രാജാക്കാട് ഉണ്ടായിരുന്നു. 4 വർഷം. ഒരു 4 വർഷം ഇടിഞ്ഞമല ഉണ്ടായിരുന്നു. കട്ടപ്പന, ഇരട്ടയാർ ഇടിഞ്ഞമല. അതെല്ലാം കഴിഞ്ഞ് മേലുകാവിലേക്ക് പോയതാണ്. ഈ 2 സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോ ഏത് സ്ഥലമാണ് ഇഷ്ടം? പോയ സ്ഥലങ്ങളെല്ലാം ഇഷ്ടമാണ്. അല്ല, അങ്ങനല്ല. ഹൈ റേഞ്ച് ആണോ ലോ റേഞ്ച് ആണോ? ഹൈ റേഞ്ച് ആണ് കൂടുതൽ ഇഷ്ടം. ഹൈ റേഞ്ച് ആണ് കൂടുതൽ ഇഷ്ടം. ഹൈ റേഞ്ചുകാരനായിട്ട് ഇന്നു വരെ ഹൈ റേഞ്ച് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക. ഈ തണുപ്പും ഈ കാലാവസ്ഥയും ഒക്കെ ഒരു പലപ്പോഴും ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ കൊണ്ട് ഹൈ റേഞ്ച് ആണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോകാം. അടുത്ത ചോദ്യം, രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ഇവരിൽ ആരുടെ പിതാവിന്റെ പേരാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ എ ദിദിമോസ്, ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ, ഓപ്ഷൻ സി അരിമത്തിയിലെ യോസെഫ്, ഓപ്ഷൻ ഡി അനന്യാസ്. ഇവരിൽ ആരുടെ പിതാവിന്റെ പേരാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആലോചിക്കാം. ഇതിലൊരാളുടെ പിതാവിന്റെ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വലിയൊരു നറേറ്റീവാണ്, വലിയൊരു ചരിത്രമാണ് ആ പിതാവിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ. ഓക്കെ, ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ. ഉത്തരം ഉറപ്പിക്കുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ പിതാവ് സഖരിയാവ്. ഇപ്പൊ സഖരിയാവിനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിദിമോസ് നമ്മുടെ തോമസിന്റെ സംശയിക്കുന്ന ശിഷ്യന്റെ ഒരു മറുപേരാണ്. അരിമത്തിയിലെ യോസെഫ് ഒരു രഹസ്യ ശിഷ്യനാണ്. അനന്യാസ്, 2 അനന്യാസുമാരുണ്ട്. അതിൽ കൂടുതൽ അനന്യാസ് ഉണ്ട്. ഒരാള് വസ്തു വിറ്റതിന് ശേഷം മരണമടഞ്ഞ അനന്യാസാണ്. മറ്റൊരാൾ ശൗലിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച അനന്യാസാണ്. അവരെ കുറിച്ച് അത്രയ്ക്കും പിതാക്കന്മാരെ കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഒരാൾ യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകന്റെ പിതാവ് സഖരിയാവാണ്. നമുക്ക് പരിശോധിക്കാം. 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ സ്നാപകൻ. ഉത്തരം ശരിയാണ്. ആ ഉത്തരവും വളരെ ശരിയാണ്. അപ്പം 6 ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഉത്തരം നൽകി. ഇപ്പൊ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ സൂചന ഇതാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന. എന്നാൽ പിന്നീടുള്ള എന്റെ ചില വാക്കുകൾ ദൈവശിക്ഷയ്ക്ക് ഹേതുവായി തീർന്നു. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം. 8 ചോദ്യം പൂർത്തീകരിക്കണം, എന്നാൽ നല്ലൊരു സമ്മാനത്തുകയായിട്ട് മടങ്ങിപ്പോകാം. പ്രതീക്ഷയുണ്ടോ?
ചെറിയ പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം പ്രതീക്ഷയ്ക്ക് ഭംഗം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. 7ാമത്തെ ചോദ്യം. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞവയിൽ ഒന്നല്ലാത്തത് ഇവയിലേതാണ്? ഓപ്ഷൻ എ, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഓപ്ഷൻ ബി, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഓപ്ഷൻ സി, പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു. ഓപ്ഷൻ ഡി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ക്രൂശിൽ പറയാത്തത് ഇവയിലേതാണ്? ഓപ്ഷൻ ബി, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഞാൻ ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി. ഉറപ്പല്ലേ? അത് ക്രൂശിലെ 7 മൊഴികളെ കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ആളുകളാണ് എല്ലാവരും. എങ്കിലും ഈ മൊഴി എവിടെ വെച്ചാണ് യേശു പറഞ്ഞത്? ഈ മൊഴി ഗെത്സമന തോട്ടത്തിൽ യേശു തന്റെ പ്രാർത്ഥനയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ആ പ്രാർത്ഥനയുടെ ഒക്കെ ആഴം വളരെ വലുതാണ്. കർത്താവ് പറയുന്ന കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്റെ മരണമല്ലാതെ മാനവരാശിയെ രക്ഷിക്കാൻ വേറൊരു വഴി ഉണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. അത്രയ്ക്കും ആ കർത്താവ് കടന്നുപോയ പെയിൻ, ആഴമായ വേദനയിലാണ് പറഞ്ഞത്. മറ്റെന്തെങ്കിലും ഒരു പോസിബിൾ വേ ഉണ്ടെങ്കിൽ ഇതെന്നിൽ നിന്ന് മാറി പോകണം എന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അത്രയ്ക്ക് തീവ്രമായ വേദന, അത് അടിയേറ്റതിന്റെ വേദനയല്ല, പാപഭാരവും മാനസികം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. ഈ മരണം കാത്തു കിടക്കുന്നതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ആ വ്യക്തികളെ ഏറ്റവും കൂടുതൽ, അത് ഭയത്തിന്റെ സമയമാണ്, ഭയങ്കര വേദനയുടെ സമയമാണ്. മരണം കാത്തു കിടക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട്. അതും ആരോഗ്യവാനായ ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ മാനസികമായി ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ആ കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും നമുക്ക് പരിശോധിക്കാം. 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരം ശരിയാണോ? ഓപ്ഷൻ ബി ഉത്തരം ശരിയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിനും കൂടി ഉത്തരം നൽകുമ്പോൾ ഒരു സമ്മാനത്തുകയിൽ സേഫ് സോണിൽ എത്തിച്ചേരുകയാണ്. ഒരു വാക്ക്, ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂരാണ് ഈ സമ്മാനത്തുകകൾ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമ്മാനത്തുക 3000 എത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് 8ാമത്തെ ചോദ്യത്തിലേക്ക്. സൂക്ഷിച്ചു കൊള്ളണം എന്ന് താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ഒന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളതല്ല. അതേതാണ്? ഓപ്ഷൻ എ, സകലവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഓപ്ഷൻ ബി, നായ്ക്കളെ സൂക്ഷിപ്പിൻ. ഓപ്ഷൻ സി, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഓപ്ഷൻ ഡി, സൂക്ഷിച്ചുകൊള്ളുവിൻ, സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാം. ഇതിൽ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലാത്തത് ഏതാണ്? സൂക്ഷിക്കണം. ഓപ്ഷൻ എ, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല എന്നാണോ? ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് ക്രിസ്തു സംസാരിച്ചിട്ടുണ്ടോ? ആലോചിക്കാം. ഞാനത് ആശങ്കപ്പെടുത്തുകയല്ല, ആലോചിക്കാം ഏതുത്തരവായിട്ടാണ് മുമ്പിലേക്ക് പോകുന്നത്. എവിടെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കാം. ഇപ്പോൾ 2500 എന്ന സമ്മാനത്തുകയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ സമ്മാനത്തുക നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉത്തരത്തിൽ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അതിവിടെ അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചാൽ ആ സമ്മാനത്തുക നമുക്ക് കിട്ടും. ഇത് തെറ്റിപ്പോയാൽ 1000ലേക്ക് ആദ്യത്തെ സേഫ് സോണിലേക്ക് മടങ്ങി പോകണം. അപ്പൊ ഇതിലൊരു ആശങ്ക ഉണ്ടെങ്കിൽ ഇവിടെ മത്സരം അവസാനിപ്പിക്കാം. ഈ ചോദ്യം എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഉത്തരം അല്പം ടഫാണ്, ഉത്തരം അല്പം ബുദ്ധിമുട്ടാണ്. സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ചോദ്യം അല്പം സൂക്ഷിക്കണം. ബുദ്ധിമുട്ടാണെങ്കിൽ അവസാനിപ്പിക്കാം. നല്ലൊരു സമ്മാനത്തുകയുണ്ട്. ഓപ്ഷൻ ബി ആണോ എന്നൊരു സംശയമുണ്ട്. ഓപ്ഷൻ ബി ആണോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഉറപ്പിക്കുകയാണെങ്കിൽ ഉറപ്പിക്കുക, അല്ലെങ്കിൽ മത്സരം നമുക്ക് അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചാലും നല്ലൊരു തുകയുണ്ട്,
ഈ റൗണ്ട് പൂർത്തീകരിച്ചാലും സമ്മാന തുകയുണ്ട്. നഷ്ടമായി പോയാൽ ആദ്യത്തെ റൗണ്ടിലെ ഓപ്ഷനിലേക്ക് മടങ്ങിപ്പോവാം. ഇത്രയും കടന്നു വന്നതുകൊണ്ടാണ് അത് ഓർമ്മിക്കുന്നത്. ഓപ്ഷൻ ബി ആ സംശയം, നായ്ക്കളെ സൂക്ഷിപ്പിനെന്നുള്ളത്. അത് ഉറപ്പിക്കാം. ഉറപ്പിക്കുന്നു? ഉറപ്പിക്കാം. ഒരു വിഷയമില്ല അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. തെറ്റിപ്പോയാൽ നിരാശാജനകമാകും. ഇല്ല, നിരാശയില്ല. ഓക്കെ, അപ്പോ കർത്താവ് ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവാൻ ശിഷ്യന്മാരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാനൊക്കെ ക്രിസ്തു അനുശാസിച്ചിട്ടുണ്ട്. ഈ നായ്ക്കളെ സൂക്ഷിപ്പിൻ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു നായി എന്ന അഭിസംബോധനയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോസ്തലന്മാരാണ് കൂടുതൽ ആ പ്രയോഗങ്ങൾ. യേശു ക്രിസ്തു നായി എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇങ്ങനൊരു ഭാഗത്തേക്ക് ക്രിസ്തു വന്നിട്ടുണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. നായ്ക്കളെ സൂക്ഷിപ്പാൻ നമുക്ക് പരിശോധിക്കാം. 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്നതാണോ? യെസ്, ആ ഉത്തരം ശരിയാണ്. അല്പം ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു, ചെറിയൊരു സംശയം. ഓക്കെ, ഏതായാലും 2ാമത്തെ റൗണ്ടിന്റെ സേഫ് സോണും കടന്നിട്ടുണ്ട്. ഇനി നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത്. 3ാമത്തെ റൗണ്ടിൽ 3 ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട് ചോദ്യങ്ങൾക്ക് വേണ്ടി. ഒന്നുകിൽ മതങ്ങളിൽ നിന്ന്, റിലീജിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 2 മിഷണറി ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യം. 3 ക്രൈസ്തവ സംഗീതത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏത് തിരഞ്ഞെടുക്കും? 3നെ കുറിച്ചും വലിയ ഗ്രാഹ്യമില്ല. മിഷണറിമാരുടെ ചരിത്രം നമുക്കൊന്ന് പരിശ്രമിക്കാം അല്ലേ? ഏതായാലും പരിശ്രമിക്കാം. മിഷണറി ചരിത്രത്തിലേക്ക് നമുക്ക് കടന്നു. 3ാമത്തെ റൗണ്ടിൽ മിഷണറി ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 3ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. 7 മാസത്തിനിടെ 31 തവണ ആഫ്രിക്കൻ പനി ബാധിച്ചത് ഇവരിൽ ആർക്കാണ്? ഈ ചോദ്യം ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, സേഫ് സോണിലാണ് നിൽക്കുന്നത്. സമ്മാനത്തുക നഷ്ടപ്പെടാൻ പോകുന്നില്ല. 7 മാസത്തിനിടെ 31 തവണ ആഫ്രിക്കൻ പനി ബാധിച്ചത് ഇവരിൽ ആർക്കാണ്? ഓപ്ഷൻ ഡി, ഹഡ്സൺ ടൈലർ. ഓപ്ഷൻ ഡി, ഹഡ്സൺ ടൈലർ. ഉറപ്പിക്കാം? കുഴപ്പമില്ല. ഓപ്ഷൻ ഡി, ഹഡ്സൺ ടൈലർ ഉത്തരം നമ്മൾ ഉറപ്പിക്കുകയാണ്. എന്നാൽ 7 മാസത്തിനിടെ 31 തവണ പനി വന്നെന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് പനി വന്നിരുന്നു. 7 മാസം 210 ദിവസമുള്ളൂ. അതിനിടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ പനി വിട്ടുമാറിയിട്ട് അദ്ദേഹം ഇവിടെ മിഷണറി പ്രവർത്തനം നടത്തിയോ എന്ന് കൂടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? ആ 7 മാസം. ഏതായാലും ഈ ഉത്തരം ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. ചെറിയൊരു ആശങ്കയുണ്ട്. ആശങ്കയുണ്ട്. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി, ഹഡ്സൺ ടൈലർ. ഉത്തരം തെറ്റാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് പ്രത്യേകിച്ച് ആഫ്രിക്കയിലേക്ക് കടന്നുപോയ മിഷണറി എന്നൊരു കാര്യം. അത് മൈൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉത്തരം പറയാം. എങ്കിലും ഒട്ടും നിരാശപ്പെടാനില്ല. 2 റൗണ്ട് വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. ഈ റൗണ്ടിലേക്ക് കടന്നപ്പോഴേ പറഞ്ഞു, അന്നേരം മുൻകൂർ ജാമ്യം എടുത്തുപോലെ എനിക്കിതിനെ കുറിച്ച് വലിയ പരിചയമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിങ്ങനെ അവസാനിച്ചതിൽ കുഴപ്പമില്ല. പ്രേക്ഷകരെ, ഈ മത്സരം ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഉത്തരത്തിലേക്ക് നയിക്കുന്ന 3ാമത്തെ സൂചന ഇതാണ്. സൂചന ശ്രദ്ധിക്കുക, വേഗത്തിൽ ഉത്തരങ്ങൾ അയക്കുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3ാം സൂചന. ഒരു സ്ത്രീ നേതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് സുപരിചിതയാണ് ഞാൻ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരിച്ചിട്ട്? കുഴപ്പമില്ല, സന്തോഷമായിരുന്നു. ഒരു മത്സരാർത്ഥിയോട് ചോദിക്കാത്തൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ഈ മിഷണറി റൗണ്ടൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെ ക്രൈസ്തവ ഗാനങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ഏത് നിലയിൽ പരിഷ്കരിക്കപ്പെടണമെന്നാണ്? മുഴുവൻ ബൈബിളിൽ നിന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ അത് പറയാൻ കഴിയുമോ? ഇങ്ങനെ ഇങ്ങനെ മിഷണറിമാരുടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ അറിവ് കിട്ടുമല്ലോ, വായിക്കാനൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നോക്കാനും വായിക്കാനും ഒക്കെ. നമുക്ക് വേണ്ടി മുൻപേ കടന്നുപോയ ആളുകൾ, പ്രവർത്തിച്ച ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് വായിക്കാനും ഒരു ഗ്രാഹ്യം ഉണ്ടാകണം, ഒരു ചരിത്രബോധ്യം ഉണ്ടാകണം. കാരണം നമ്മുടെ തലമുറകൾക്കും ഇന്നുള്ള ആളുകൾക്കും ഒന്നും നമുക്ക് മുൻപേ ഉള്ള ആളുകൾ എന്തു ചെയ്തു, ഈ നാട് എന്തായിരുന്നു എന്നും അവർക്കറിയില്ല.
ഇങ്ങനെയുള്ള പഠനങ്ങളാണ് നിശ്ചയമായിട്ട് അവരെ ആ ബോധ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും പ്രിയ ആന്റി കടന്നു വന്ന് നല്ല രീതിയിൽ മത്സരിച്ചു, നല്ലൊരു സമ്മാനത്തുക നേടി. അതിന് പ്രത്യേകം ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിക്കട്ടെ, ഇനിയും അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാമിനെ കുറിച്ച് ഉള്ള അഭിപ്രായം കൂടെ പറയാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ? നല്ല പ്രോഗ്രാമാ. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ബൈബിള് കുറച്ച് നോക്കാനും പൊതുവായ കാര്യങ്ങൾ ഇതിപ്പോ മിഷണറിമാരെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ലോക മതങ്ങളെ കുറിച്ചാണെങ്കിലും അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോ അവര് ചെയ്ത പ്രവൃത്തികളെ അതിനെ കുറിച്ചൊക്കെ നമുക്ക് കുറെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാമാണ്. നല്ല കാര്യം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരിക. നിങ്ങൾക്കും അതിനുള്ള അവസരം ഉണ്ടാകട്ടെ. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്കതുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.